കരിയൂല എന്നില്ല. അത് പൊട്ടത്തരമാണ്. കാരണം എന്തുകൊണ്ട്? നബി തങ്ങൾക്കില്ല എന്നുള്ളതിൽ പെടും എന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിനില്ല എന്നതും. ഇനി അടുത്തത് കേട്ടോ, കരിയലുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തിച്ചാൽ കത്തൂല, അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് തീയിൽ നബി തങ്ങളുടെ ഒരു മുടി വീണാൽ ലായഹ്തരിഖു കരിയൂല, തീയിലിട്ടാ കരിയൂല എന്നല്ല, എറിഞ്ഞാ കരിയൂല എന്നല്ല, കത്തിച്ചാ കരിയൂല എന്നല്ല, വീണാൽ കരിയൂല. അതേതുപോലെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ലൗ കുതിബൽ ഖുർആൻ ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖ. അതൊരു ഹദീസാണ്. ഖുർആൻ ഒരു തോലിൽ എഴുതിയിട്ട് തീയിൽ ഇടപെട്ടാൽ മഹ്തറഖ, അത് കരിയൂല. എന്നാ പിന്നെ ഒരാൾ പറയാണ് ഇത് ഖുർആനാണോ എന്നൊന്ന് പരിശോധിക്കാം. ഒരു തോൽ എഴുതിയിട്ട് നമ്മളും തീയിലിട്ട് വെക്കുക. കരിയുന്നില്ലെങ്കിൽ ഖുർആനാണ്, കരിയുന്നുണ്ട് ഖുർആനല്ല. എന്താണ് ഈ പറഞ്ഞു? ഞാൻ ഈ ഇബാറത്ത് ഒന്ന് വായിച്ചത് കേട്ടോ. ഏത് സീറത്തുൽ ഹലബിയിലാണ് മൂപ്പര് വായിച്ചത്. എന്തായുള്ളത്? വഅന്നഹു ഇദാ വഖാ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി ലാ യഹ്തരിഖ്. എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅർ മുബാറക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു വീണാൽ, മൂപ്പര് അർത്ഥം വെച്ചതാണ്, ലാ യഹ്തരിഖു, കരിയുകയില്ല. അപ്പൊ മൂപ്പര് ഗവേഷണം, വീണാൽ കത്തൂല എന്നേ ഉള്ളൂ, അപ്പൊ ഇട്ടാൽ കത്തൂല എന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നല്ല സെക്രട്ടറിയെയാണ് കിട്ടിയത്. സുബ്ഹാന ജല്ല ജലാലുഹു. വഖഅ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ ആദ്യം പഠിക്കണം ഉസ്താദേ. വഖഅ എന്ന് പറഞ്ഞാൽ വീണാലും ഇട്ടാലും ഒക്കെ പറയാൻ പറ്റും. അഥവാ റസൂലുള്ളാഹിന്റെ ശഅർ, അവിടുത്തെ മുടി, അവിടുത്തെ ശഅർ അത് തീയിൽ സംഭവിച്ചാൽ എങ്ങനെ സംഭവിച്ചു? ചിലപ്പോ വേറൊരാൾ ഇട്ടിട്ട് സംഭവിക്കാം, സ്വയം വീണിട്ട് സംഭവിക്കാം. എങ്ങനെ സംഭവിച്ചാലും ലാ യഹ്തരിഖു, കരിയുകയില്ല. അതാണ് അതിന്റെ മഅന. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അതും ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിനോട് തന്നെ ചോദിച്ചാൽ മതി. മുജാഹിദുകളോട് നമ്മൾ വഅദ് പറയുമ്പോ ഇബ്നു കസീറിന്റെ ഇബാറത്ത് നമ്മൾ വായിക്കാറുണ്ടല്ലോ. തെറ്റ് ചെയ്ത ആളുകൾ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പോകണം എന്ന് വായിക്കുന്ന ഇബാറത്ത് ഉസ്താദങ്ങളൊന്നും ഒന്നുകൂടി നോക്കുക. യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഉസ്യാൻ. ആണോ എന്താ പറഞ്ഞത്? തെറ്റ് സംഭവിച്ചാൽ, തെറ്റ് അറിയാതെ സംഭവിച്ചാൽ, വീണുപോയാൽ എന്നല്ല. വഖഅ എന്ന് പറഞ്ഞാൽ തെറ്റ് വന്നാൽ, തെറ്റ് കരുതി കുട്ടി വന്നാലും തെറ്റ് സംഭവിച്ചു ഒക്കെ പറയാം. അങ്ങനെ വന്നാൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണം. ആ വഖഅന്നല്ലേ ഇതും. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ആളുകളെ വസ്വാസാക്കുകയാണ്. ഇനി അത് കൃത്യമായി പറയുന്ന പ്രസിഡന്റിനെ കൂടി എടുക്ക്, 11ാമത്തെ എടുക്ക്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. പറ്റിയൊരു പ്രസിഡന്റിന് മുമ്പർക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം പറ്റും. അള്ളാന്റെ റസൂലിന്റെ ശഅർ മുബാറക്ക് കരിയൂല എന്ന് പറഞ്ഞത് അത് ജീവിതകാലത്താണെന്നും ഇപ്പോൾ കരിയുന്നതിന് പ്രശ്നമില്ലെന്നും പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരും പറയാണ്. ഇതിനെതിരെ ഞങ്ങൾ സമരം നടത്തിയതാണ്. ഞങ്ങളെ പുറത്താക്കാനുണ്ടായ കാരണം, പുറത്താക്കിയാൽ ഞങ്ങൾ മൂലയിൽ ഇരിക്കുമെന്നാണ് ഇവർ ധരിച്ചത്. പക്ഷേ ഇപ്പൊ ഞങ്ങൾ കൂടുതൽ സ്വതന്ത്രരായി. ഇനി ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നേതാവായ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബിയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ചിലപ്പോൾ നേലുണ്ട്, ഇട്ടാൽ കരിയും. കണ്ടോ, ഇട്ടാൽ കരിയൂല എന്ന് പറഞ്ഞിട്ടില്ല. പൊട്ടത്തരം പറഞ്ഞ് മുത്തുനബിനെ എങ്ങനെ നിഷേധിക്കുക? ഇയാള് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആദ്യം ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ തിരികേശം കരിയൂല എന്ന് പറഞ്ഞാൽ അത് ഹയാത്ത് കാലത്താണ്, ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വാക്കാണ് ആദ്യം പറഞ്ഞത്. അത് പിന്നെ ഈ നാദാപുരത്ത് വന്നിട്ട് മൂപ്പര് ഒന്നുകൂടി വിശദീകരിച്ചു. മുഅ്ജിസത്ത് നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ മൂപ്പര് പറഞ്ഞു, അതെ, ഒരു മുഅ്ജിസത്ത് ഉണ്ടായി എന്ന് കരുതിയിട്ട് പിന്നെ ഉണ്ടാകണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ ശഅർ. അപ്പൊ AP ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കരിയൂല. അപ്പൊ അവന് പറയാണ് അത് ബഹുമാനം പറഞ്ഞതാണ്. ബഹുമാനം പറയുമ്പോ അങ്ങനെയൊക്കെയാണ് പറയും, സംഗതി കരിയൊക്കെ ചെയ്യും. ഈ വിശ്വാസമുണ്ടല്ലോ, ഇതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. മൂപ്പര് നാദാപുരത്ത് പറഞ്ഞ ഒരു ചെറിയ വാക്ക് കേട്ടോളൂ നിങ്ങൾ. എന്നല്ലാതെ ഉണ്ടായ ഒന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്ന് പറഞ്ഞതിനർത്ഥമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, തമ്മിൽ എതിരുണ്ടോ? ഒരു എതിരുമില്ല. എതിരാകുന്ന പ്രശ്നവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം.
ആ മുടിയുടെ ബഹുമാനം ഉസ്താദ് പറഞ്ഞപ്പോ അത് കത്തുകയില്ല. അതെന്റെ ബഹുമാനമാണ് പറഞ്ഞത്. ഹദീസിൽ കാണില്ലേ പരിശുദ്ധ ഖുർആനെ കുറിച്ച് കത്തുകയില്ല. ഇനി അതും കൂടി ഒന്ന് വിശദീകരിക്കേണ്ടി. അപ്പൊ എന്താ പറഞ്ഞ് കത്തൂല എന്ന് പറഞ്ഞു നിലനിൽക്കണമെന്നില്ല. അത് ഉസ്താദ് പറഞ്ഞത് അതിന്റെ ബഹുമാനമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. എന്നിട്ട് ഇപ്പൊ ഇതിനെ വിശദീകരിക്കുന്നു ചില ആളുകൾ. എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം വെല്ലുവിളിക്കാൻ പറ്റിയ മോചിതത്ത് ഖുർആനേ ഉള്ളൂ എന്നാണ്. ഓ പ്രിയപ്പെട്ട ഉസ്താദവറുകളെ, മുജാഹിദിനെ പോലെ വിഷയം മാറ്റി രക്ഷപ്പെടൽ ഞങ്ങളെ മുമ്പിൽ നടക്കൂല കേട്ടോ. വിഷയത്തിന്റെ മർമ്മത്തിലാണ് ഞങ്ങൾ പിടിച്ചത്. വെല്ലുവിളി എന്ത്, ഏതൊക്കെ മോചിതത്ത് കൊണ്ട് വെല്ലുവിളിക്കാം, അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അതവിടെ ഇരിക്കട്ടെ. അതൊന്നും ഇപ്പൊ ഞങ്ങൾക്കറിയണ്ട. ഇത് ഞങ്ങള് ഈ വിഷയം വന്നപ്പോ, മുഅ്ജിസത്ത് മുറിയുമെന്ന വിഷയം വന്നപ്പോ ഞങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചു ഈ പൊന്മള ഉസ്താദിനോട്, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാ മുഅ്ജിസത്തും മുറിയും, ഇനി ഇസ്തിഗാസ ചെയ്യാൻ പറ്റൂലാണോ? അപ്പൊ മൂപ്പര് പറഞ്ഞു അതല്ല, ഇസ്തിഗാസക്ക് നിങ്ങൾ ചെയ്തോളി, വഫാത്തിന് ശേഷം കേൾക്കൂല, ഉത്തരം ചെയ്യൂല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചേലയമ്പ്ര സംവാദത്തിൽ കായക്കൊടിയോട് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉടനെ നമ്മൾ മൂപ്പരോട് ചോദിച്ചു പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ മൂപ്പര് ഞങ്ങളോട് പറഞ്ഞൊന്നുണ്ട്, അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് കുറെ പ്രത്യേകതകളുണ്ട്. കരിയൂല, നേലുണ്ടാവൂല, ഈച്ചയിരിക്കൂല. ഈ പറഞ്ഞതൊന്നും അവിടുത്തെ ജീവിതത്തിന് ശേഷം ഉണ്ടാകണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആണോ? അപ്പൊ അതവര് പറഞ്ഞിട്ടുണ്ട്. അത് 100% തെറ്റാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹു ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ടോ അത് ഇന്നും ബാധകമാണ്. അതിനെന്താ തെളിവ്? നിങ്ങൾ വായിച്ചത് തന്നെ മതിയല്ലോ. അള്ളാന്റെ റസൂലിന്റെ തിരുകേശത്തിൽ നിന്ന് ഒരു വസ്തു സംഭവിച്ചാൽ, സംഭവിക്കാൻ നിങ്ങൾ ഇട്ട് സംഭവിച്ചാലും കുഴപ്പമില്ല, വീണ് സംഭവിച്ചാലും കുഴപ്പമില്ല, ലാ യഹ്തരിഖു, അത് കരിയുന്നതല്ല. ഇത് തെളിവ് പോരെങ്കിൽ പറഞ്ഞോ, അടുത്ത കിതാബ് ഞങ്ങൾ വായിച്ചു തരാം. 100 കണക്കിന് കിതാബ് നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഹബീബായ ത്വാഹ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിനെ കരിക്കാൻ പറ്റിയ ഒരു തീ ഭൂലോകത്തില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത് ആരെ കൊണ്ടാ കളി? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി. ഇല്ല, അങ്ങനെ ഇല്ല, കരിയൂല. അപ്പൊ പിന്നെ ഇവിടെ ഇഷ്കാലാക്കിയത് ഖുർആൻ എഴുതിയത് കരിയൂലെന്നുണ്ടല്ലോ, അപ്പൊ കരിയുന്നുണ്ടല്ലോ. അപ്പൊ ആളുകൾ വസ്വാസായല്ലോ. അതുപോലെയാണ് മുത്തുനബിയുടെ ശരീരം കരിയൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ കരിയുന്നു വന്നേക്കാം. നാ പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ, ഖുർആൻ എഴുതിയത് കരിയൂല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ ഹദീസ് ഉദ്ധരിച്ച് മഹാനായ മുല്ല അലിയുൽ ഖാരി അവിടുത്തെ മിർഖാത്തിൽ പറയുന്നു, അതിന്റെ അർത്ഥം ശരിക്ക് പഠിച്ചോളൂ. അഥവാ ഖുർആൻ ഒരാൾ ഹിഫ്ളാക്കിയാൽ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ നരകമാകുന്ന തീയിൽ അയാൾ കരിയൂല. അതതിന്റെ വാദ, അതാണ് അതിന്റെ അർത്ഥം. അതാണ് മൂപ്പരന്നെ അറിയാതെ പറഞ്ഞുപോയി. പേരുകൊണ്ട് ഒരു പ്രത്യേകത, മറുപടിയും ചോദ്യമൊക്കെ മൂപ്പരിൽ തന്നെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ സുഖം. മൂപ്പരന്നെ പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. കേട്ടോളൂ പറയുന്നത്. ഒരു ബഹുമാനമാണ്, ഒരു മഹത്വമാണത്. എന്ത്? അത് തോലിലെഴുതിയിട്ട് തീയിലിട്ടാൽ കരിയാത്ത വിധം മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് ജീവിക്കുന്നവർ നരകത്തിൽ കടക്കൂല എന്നാണ് ആ ഹദീസിന്റെ ഉദ്ദേശം. അപ്പോൾ അത് ആ ഹദീസ് കണ്ടിട്ട് നാളെ തന്നെ ഖുർആൻ എഴുതി തോലിലെഴുതിയിട്ട് കത്തിച്ചാൽ കത്തുമെന്ന് വെല്ലുവിളിക്കണ്ട. കാരണം അതല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ ഒരാൾ പഠിച്ചാൽ അയാൾ നരകത്തിൽ കടക്കൂല, അതനുസരിച്ച് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഉദ്ദേശം എന്താണ്? അവിടെ നിന്നാ മതി. മുത്തുനബി കരിയില്ല എന്ന് പറഞ്ഞാൽ അതല്ല. മുത്തുനബിയെ കരിക്കാൻ പറ്റിയ ഒരു തീ അല്ലാഹു പടച്ചിട്ടില്ല. തെളിയിക്കാൻ നിങ്ങളെന്നല്ല 10,000 കുതിരശക്തിയോടെ ഈ കുറ്റ്യാടിയുടെ മണ്ണിൽ നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ഹബീബായ തങ്ങളെ ഏതെങ്കിലും ഒരു തീ കരിക്കുമെന്ന് തെളിയിക്കാൻ